അമർന്ന് അവരുടെ ജീവിതം കൈപ്പായി തീരുന്ന അനുഭവത്തിലേക്ക് എത്തപ്പെട്ട് നിൽക്കുകയാണ്. അവരുടെ ജീവിതം കൈപ്പായി തീരുക. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ വാക്യങ്ങളൊക്കെ നാം 8 മുതലുള്ള വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ജീവിതം എന്ത് ചെയ്തു? കൈപ്പായി. ഊഴിയ വിചാരകന്മാർ അവരുടെ മേൽ ആക്കി തീർത്തു. അവരുടെ അവരുടെ അധ്വാനങ്ങൾ ഫറവോന് വേണ്ടി പണിതെടുത്തു. സംഭാര നഗരങ്ങളെ അവർ പണിതെടുത്തു. അപ്പൊ ഇവരുടെ ഭവനത്തിനകത്തേക്ക് ഒന്നും ചെല്ലുന്നില്ല. എല്ലാ ലാഭങ്ങളും ഫറവോനാണ്, എല്ലാ ആധിപത്യങ്ങളും ഫറവോനാണ്, എല്ലാ കാര്യങ്ങളും ഫറവോനാണ്. എല്ലാം നോക്കി നടത്തുന്ന മിസ്രയീമിന്റെ ആധിപത്യമാണ്. ഇവർക്കൊന്നും അവനെ പ്രാപിക്കുവാൻ കഴിയുന്നില്ല, ഒന്നും നിവർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല. അവൻ അങ്ങനെ ഞെരുക്കങ്ങൾ അനുഭവിച്ചു. ഇവരോട് ബുദ്ധിയായി പെരുമാറിക്കൊണ്ട് അവൻ ഇവർ വർദ്ധിക്കുമെന്ന ജനമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരോട് ബുദ്ധിയായി ഇവർ പെരുമാറി ഇവരെ എങ്ങനെയും തകർത്ത് കളയുവാനുള്ള എല്ലാ പദ്ധതികളും ഈ ജനത്തിന് വേണ്ടി ഇവർ ഒരുക്കി തീർക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവൻ ചിന്തിച്ചോണം, അവൻ ശത്രു ഉണ്ട്, ദേശത്തിൽ ഞെരുക്കുന്ന ശത്രു ഉണ്ട്. അത് ഏത് രൂപഭാവത്തില നമുക്ക് മുൻപിൽ വെളിപ്പെട്ട് വരുന്നതെന്ന് പറയുവാൻ കഴിയത്തില്ല. ഏത് ഭാവത്തിൽ കയറി വരുന്നു, ഏത് രൂപത്തിൽ കയറി വരുന്നു, അവൻ എന്ത് നമുക്ക് കാണുവാൻ കഴിയത്തില്ല, അറിയുവാൻ കഴിയത്തില്ല. പക്ഷേ എന്തോ ശാരീരികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു, എന്തോ നമ്മെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എന്തോ നമ്മെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, എന്തോ നമ്മെ കഷ്ടത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു, എന്തോ നമ്മെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ വ്യവസ്ഥകളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അങ്ങനെ അവൻ വ്യഥയിലാക്കി കീഴ്മേൽ മറിക്കുന്ന അനുഭവങ്ങൾ പോലെ നമ്മെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോട് ഇതിന്റെ നടുവിൽ എന്താ യുദ്ധം ചെയ്യും.